വെൽക്കം ടു ഷെഫ് അനീഷ് കിച്ചൺ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ടൊമാറ്റോ റൈസ് ആണ്. അപ്പോൾ നമുക്ക് ക്വിക്കായിട്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടാണ്. അതിനായിട്ട് ജിഞ്ചർ, ഗാർലിക്, ഗ്രീൻ ചില്ലി, കറി ലീവ്സ്, അല്പം ചെറിയ ഉള്ളി, അതേപോലെ തന്നെ വലിയ ഉള്ളി, ടൊമാറ്റോ, അതേപോലെ തന്നെ നമ്മൾ ഇത് താളിക്കാനായിട്ട് അല്പം പീനട്ട്, ഉണക്കമുളക്, അതേപോലെ തന്നെ കടുക് എന്നിവ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം അല്പം വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മളൊരു 1/4 ടീസ്പൂൺ കടുക്, കടുക് നന്നായിട്ട് പോപ്പ് ഔട്ട് ആകുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് പീനട്ട് ആൻഡ് റെഡ് ചില്ലി, നമ്മളിപ്പോൾ എടുത്തത് റോസ്റ്റ് ചെയ്ത പീനട്ടാണ്. ഫ്രഷ് പീനട്ട് ആണെങ്കിൽ അല്പം ഒന്ന് റോസ്റ്റ് ആവണ വരെ നമ്മൾ ഇതൊന്ന് സോത്തേ ചെയ്യണം. അതിനുശേഷം ചെറുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി. അതേപോലെ തന്നെ നമ്മൾ ഒനിയനും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് സോത്തേ ചെയ്യുകയാണ്. നമ്മൾ അല്പം ഉപ്പിടുകയാണ്. റൈസിൽ ഉപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് നമ്മൾ ഉപ്പ് കുറയ്ക്കണം. നമ്മൾ സാധാരണ ബോയിൽ ചെയ്ത റൈസ് കൊണ്ടാണ് ഇത് എളുപ്പത്തിൽ ക്വിക്കായിട്ട് ഉണ്ടാക്കുന്നത്. ഫ്രഷ് ആയിട്ടുള്ള റൈസ് ഉണ്ടാക്കുമ്പോൾ നമ്മളത് പുലാവായി മാറും, ടൊമാറ്റോ പുലാവ്. ഇത് നമ്മൾ ടൊമാറ്റോ റൈസ്. നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ അതിനാവശ്യമായ പൗഡറുകൾ ഇടാണ്. അല്പം മഞ്ഞൾപ്പൊടി, നോർമൽ മുളക് പൊടി, ടൊമാറ്റോ റൈസിന്റെ കളറിന് വേണ്ടി അല്പം കാശ്മീരി ചില്ലിപ്പൊടി. നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു 1.5 ടൊമാറ്റോ ഉണ്ട്, അത് ആഡ് ചെയ്യാണ്. നമുക്ക് ടൊമാറ്റോ നന്നായിട്ട് മാഷ് ആവണം. അപ്പോൾ നമ്മൾ അല്പം വെള്ളം ഒഴിക്കുകയാണ്. ഏകദേശം ടൊമാറ്റോ നന്നായിട്ട് മാഷ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന്റെ ഉപ്പ് നോക്കാണ്. അപ്പോൾ നമ്മൾ ഇതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു അല്പം ഷുഗർ, ഒരല്പം കൂടി ചൂടുവെള്ളം ഒഴിക്കാം. ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. ഒരല്പം കൂടി ചൂടുവെള്ളം ഒഴിച്ചാൽ നമുക്കൊരു കുഴമ്പ് രൂപത്തിലാവണം റൈസ് ഇടുമ്പോൾ. ഓക്കെ. അതിനുശേഷം നമ്മൾ അല്പം ഗീ ഒഴിക്കുകയാണ്. ഗീ ഓപ്ഷനിലാണ്. ഗീ ടേസ്റ്റ് വർദ്ധിപ്പിക്കും. ഗീയോ ബട്ടറോ ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കണ നമ്മൾ വെള്ള അരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ബസ്മതി റൈസോ അല്ലെങ്കിൽ മട്ട റൈസോ ഏത് റൈസ് വേണമെങ്കിലും എടുക്കാം. ജാസ്മിൻ റൈസ് ഏത് റൈസ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ സാധാരണ ബോയിൽഡ് റൈസാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഇത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാണ്.
നമ്മളിത് മിക്സ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില നമുക്ക് അല്പം ഇടാം, അത് ഓപ്ഷണലാണ്. മല്ലിയില ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് ടൊമാറ്റോ റൈസ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മളിത് സാധാരണ കഴിക്കുന്നത് റൈത്തയോ മാത്രം മതി, അതല്ല ഇത് നമുക്ക് വെറുതെ കഴിക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മളിത് പ്ലേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഗ്ലാസ് ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാണ്.